കള്ളവാറ്റും മയക്കുമരുന്നുമൊക്കെയായി വഴിവിട്ട യാത്രകൾ നടത്തിയിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ മാനസാന്തരപ്പെട്ട് സർക്കാർ സർവീസിന്റെ കീഴിൽ അച്ചടക്കത്തോടെ കഴിയുകയാണ്. ഒരിക്കൽ അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് നിരത്തിൽ പാഞ്ഞ ഈ വണ്ടികൾ ഇപ്പോൾ VIP ബോർഡ് വെച്ച് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഗമയോടെയാണ് കിടക്കുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ കടത്തലിൽപ്പെട്ട് പിടിച്ചെടുത്ത വാഹനങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങൾ സംസ്ഥാനത്തെ പല വകുപ്പുകൾക്ക് എക്സൈസ് കൈമാറിയതോടെ നൂറുകണക്കിന് വാഹനങ്ങൾക്കാണ് ശാപമോക്ഷം ലഭിച്ചത്. വഴിയരികിലും എക്സൈസ് ഓഫീസുകളിലും പൊടി പിടിച്ച് നശിക്കാറായി കിടക്കുന്ന വാഹനങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുക മാത്രമല്ല, സ്വന്തമായി വാഹനങ്ങളില്ലാതെ വലയുന്ന വകുപ്പുകൾക്ക് ഇതൊരു ആശ്വാസവുമാണ്. സംസ്ഥാനത്ത് NTPC അബ്കാരി കേസുകൾ വർദ്ധിച്ചതിനനുസരിച്ച് എക്സൈസ് വകുപ്പ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങളും കൂടിയതോടെയാണ് ഈ ഒഴിവാക്കൽ നടപടി. മുൻപ് വർഷത്തിലൊരിക്കൽ 200 വരെ വാഹനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മാസത്തിൽ 300ഓളം വാഹനങ്ങൾക്ക് മേലെയാണ് മദ്യവും മയക്കുമരുന്നും കടത്തലിൽപ്പെട്ട് എക്സൈസിന്റെ കയ്യിലെത്തുന്നത്. ഇവയിൽ എക്സൈസ് വകുപ്പിന് ആവശ്യമുള്ള വാഹനങ്ങൾ എടുത്തതിനു ശേഷം ബാക്കിയാണ് ആവശ്യത്തിനനുസരിച്ച് പല വകുപ്പുകൾക്ക് കൈമാറുന്നത്. 250-ലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ വിവിധ വകുപ്പുകൾക്ക് ലഭിച്ചത്. വകുപ്പ് മേധാവികൾക്കുള്ള ആഡംബര വണ്ടികൾ മുതൽ മലയോര പഞ്ചായത്തുകൾ ഓടിക്കയറുന്ന ജീപ്പുകൾ വരെയുണ്ടിതിൽ. ജയിൽ വകുപ്പിനാണ് ഏറ്റവും അധികം വാഹനങ്ങൾ എക്സൈസ് കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിവിധ മോഡലുകളിലുള്ള 20 വണ്ടികളാണ് ജയിലിന് നൽകിയത്. ഒരിക്കൽ പോലീസിനെ പേടിച്ച് കഴിഞ്ഞിരുന്നവർ പോലീസിന്റെ ബോർഡ് വെച്ച് നല്ലവരായി പല സ്റ്റേഷൻ മുറ്റത്തും കിടക്കുന്നുണ്ടെന്ന് സാരം. ധാറടക്കമുള്ള ആഡംബര വാഹനങ്ങളും ഇന്നോവ, ബൊലേനോ തുടങ്ങി ഈ വർഷം രജിസ്റ്റർ ചെയ്ത പുത്തൻ വണ്ടികളുമൊക്കെയുണ്ട് ഈ പിടിച്ചെടുത്തവയിൽ. ചെറുപ്പക്കാരെയാണ് ഇത്തരം വാഹനങ്ങളിൽ ലഹരിയുമായി പിടികൂടിയിട്ടുള്ളത്. വാഹനം ആവശ്യമുണ്ടെങ്കിൽ വകുപ്പ് മേധാവി വഴി ടാക്സ് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുകയെന്നതാണ് നടപടി. തുടർന്ന് ഇത് പ്രകാരം തിരഞ്ഞെടുക്കുന്ന വണ്ടി അതത് വകുപ്പ് സ്വന്തം ചെലവിൽ നന്നാക്കിയെടുക്കുകയും വേണം.